Hi everyone, welcome to Exam by Class 7. So, we will discuss our Onam exams. So, Onam exams we basic science world of electricity. Vaidhyuthiyude logam ennulla chapter il ninnulla korchu questions namukku discuss cheyam. Adinte theory um കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. So, നമുക്ക് start ചെയ്യാം. So, നമ്മുടെ first question നോക്കാം. Which of the following minimizes the power consumption? അതായത് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നത് ഈ തന്നിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ എന്താണ് കുറേ ലാമ്പുകളാണ് തന്നിട്ടുള്ളത് അല്ലേ. CFL അതുപോലെ ഫിലമെന്റ് ലാമ്പ്, LED ബൾബ്, ഫ്ലൂറസെന്റ് ലാമ്പ്. സോ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്കിതിൽ ഏതായിരിക്കും ആൻസർ? സോ നമ്മൾ CFL എന്ന് പറയുന്നത് നമുക്കറിയാം. CFL എന്താണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറവുള്ള അല്ലെങ്കിൽ എന്താണ് പവർ കൺസംഷൻ കുറവുള്ള ഒരാളാണ്. പക്ഷെ അതിനേക്കാളും കുറവുള്ള ആളാണ് നമ്മളുടെ LED ബൾബ്സ് അല്ലെങ്കിൽ എന്താണ് LED ലാംപ്സ്. സോ LED യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ LED ലാംപ്സ് യൂസ് ചെയ്തിട്ടുള്ള ബൾബുകളാണ് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ സി, LED ബൾബ്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. The symbols used in circuit diagrams are given below. Name them. So നമുക്കിവിടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പിളുകൾ നമുക്കറിയാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്താൽ അതിൽ ബൾബ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, അതുപോലെ പല ലോഡുകളുണ്ട്, പിന്നെന്താണ് നമുക്ക് ഫ്യൂസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. സോ അതിൻ്റെ സിമ്പിൾസ് നമ്മൾ പഠിക്കണം അല്ലേ. സോ സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് ഈ സിമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡ്രോ ദ സിമ്പിൾ ഓഫ് എ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് പൊസിഷൻ. സോ നമ്മുടെ സ്വിച്ചിന് എന്തുണ്ട്? 2 പൊസിഷൻസ് ഉണ്ട്, ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. സോ നമുക്ക് രണ്ടും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള ആൾക്കാരെ നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ഇങ്ങനെ ഒരു ലൈനും ഒരു വലിയ ഒരു വര, ഒരു ചെറിയൊരു വര, ഒരു 2 ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഇത് കണ്ടാൽ നമുക്കറിയാലോ ഇതൊരു പവർ സോഴ്സ് ആണ്. നമ്മളെന്താണ് നമ്മുടെ സെല്ലാണ് ഇവിടെ തന്നിട്ടുള്ളത്. യെസ്, സെൽ. സോ നമ്മൾ എപ്പോഴും ഇതിനെന്തായിട്ട് വിചാരിക്കും? നമ്മുടെ ബാറ്ററി ആണോ എന്ന് വിചാരിക്കും. സോ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ആളാരാണ്? നമുക്ക് കണ്ടാൽ അറിയാം ഒരു ബൾബാണ് അല്ലേ. യെസ്, ഒരു ബൾബിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത് നമുക്ക് കൊടുത്തിട്ടുള്ളൊരു വളവുള്ളൊരു വയറാണ്. സോ നമ്മൾ സാധാരണ കണ്ടക്റ്റിംഗ് വയേഴ്സ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് വരയ്ക്കാം. സോ ഇങ്ങനെ ഒരു വയറിനെ കൊടുത്താൽ ഇതെന്താണ് മീനിങ്? ഇതാണ് നമ്മുടെ ഫ്യൂസ്. യെസ്, അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ ഓൺ ഓഫ് പൊസിഷൻ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സിമ്പിൾസ് ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പഠിക്കാം. സോ ഏതൊക്കെയാണ് നമ്മളുടെ ഈ സിമ്പിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിമ്പിളാണ്. സോ ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്താണ് ഇത് ബാറ്ററി ആണോ അതോ സെല്ലാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഇനി കൺഫ്യൂഷൻ വേണ്ട. സെൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. നമ്മൾ ഒരൊറ്റ സെറ്റ് ഓഫ് ലൈൻസ് ആണ് വരച്ചത്, ഒരു സിംഗിൾ യൂണിറ്റ് ആണ് വരച്ചെങ്കിൽ അതിന് നമ്മൾ സെൽ എന്നാണ് പറയുക. ഇനി മൾട്ടിപ്പിൾ സെല്ലുകൾ വരച്ചാലോ, നമ്മളിവിടെ 2 സെല്ല് വരച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? അതൊരു ബാറ്ററിയാണ്. സോ നമ്മൾ ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇതൊരു ബാറ്ററി ആണെന്ന് പറയാം. സോ സെല്ലും ബാറ്ററിയും ഇനി മാറിപ്പോകരുത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബൾബാണ്. ബൾബ് നമുക്കറിയാം എന്താണ്? ഈ ഒരു സിമ്പിളിലാണ് നമ്മൾ ബൾബ് വരയ്ക്കുക. സോ ഇവിടെ രണ്ട് ബൾബ് കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ എന്താണ്? ബൾബ് പ്രകാശിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ എന്താണ്? ഗ്ലോയിങ് ബൾബ്. സോ നമ്മളിവിടെ എന്താണ്? ഒരു ഗ്ലോ ജസ്റ്റ് കൊടുത്താൽ നമുക്ക് ഇതിനെ ഗ്ലോയിങ് ബൾബാന്ന് പറയാം. സോ നമ്മുടെ തൊട്ടു മുന്നത്തെ ചോദ്യത്തിൽ എന്തായിരിക്കും? ഇതൊരു ഗ്ലോയിങ് ബൾബായിരിക്കും അല്ലേ. ഓക്കെ, സോ നമ്മളുടെ ബാക്കി ഓപ്ഷൻസ് നോക്കാം, ബാക്കി ടേംസ് നോക്കാം. സ്വിച്ച്, നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്തത് ഓഫ് ചെയ്തതായിട്ടുള്ള പൊസിഷൻസ് ആണ് നമുക്കിനി നോക്കേണ്ടത്. ലെറ്റ് സി. ഇതാണ് നമ്മുടെ സ്വിച്ചിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ സ്വിച്ച് ഓൺ ആണെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കണം. ഇനി സ്വിച്ച് ഓഫ് ആണെങ്കിലോ സർക്യൂട്ട് തുറന്നിട്ടുണ്ടാവും അല്ലേ, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? യെസ്, നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. സോ നമുക്കിനി ബാക്കി സിമ്പിൾസും കൂടെ നോക്കാം. പിന്നുള്ളത് ആരാണ്? ബസർ. ബസർ എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് ബസർ. ഇലക്ട്രോണിക് ബസർ എന്താണ് നമ്മുടെ സിമ്പിൾ കൊടുത്തിട്ടുള്ളത്? യെസ്, ഇലക്ട്രോണിക് ബസറിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു സിമ്പിളാണ്. യെസ്, നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പും പിന്നെ എന്താണ് ഈ 2 വരെ. സോ ഇത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു ബസറാണ്. പിന്നെ ഫ്യൂസ് നമ്മൾ പറഞ്ഞു. ഫ്യൂസ് എന്താണ്? ഒരു കണ്ടക്റ്റിംഗ് വയർ തന്നെയാണ് അല്ലേ. സോ ഫ്യൂസ് നമ്മളെങ്ങനെയാണ് വരയ്ക്കുക? യെസ്, നമ്മൾ 2 പോയിന്റ്സിൽ എന്താണ് ഒരു വളഞ്ഞിട്ടുള്ള ഒരു വര വരച്ചാൽ നമുക്ക് എന്താണ്? ഫ്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ചാലക കമ്പി, അത് എന്താണ്? കണ്ടക്റ്റിംഗ് വയേഴ്സ്. സോ കണ്ടക്റ്റിംഗ് വയേഴ്സിന് നമ്മൾ സിംപ്ലി എന്താണ്? നമ്മൾ വയേഴ്സ് ആയിട്ടാണ് വരയ്ക്കുക. സോ നമ്മളൊരു സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ബൾബും നമ്മളിവിടെ ഒരു സ്വിച്ചും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്കി വരയ്ക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ എന്താണ്? നമ്മളുടെ കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണ്. സോ ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ടേംസ് ഒന്നും മാറിപ്പോകരുത്. സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഏതൊക്കെയാണ്? സെല്ല്, ഗ്ലോയിങ് ബൾബ് അതായത് പ്രകാശിക്കുന്ന ബൾബ്, പിന്നെ ഫ്യൂസ്, പിന്നെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് പൊസിഷനിലുള്ള സ്വിച്ചുകളെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സ്വിച്ച് ഓൺ പൊസിഷൻ ഇതാണ്, ഓഫ് പൊസിഷൻ ഇതാണ്. സോ നമുക്കൊരു അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? കെയർലെസ് ഹാൻഡ്ലിംഗ് ഓഫ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സ് മേ കോസ് ആക്സിഡൻറ്റ്സ്. റൈറ്റ് 4 സിറ്റുവേഷൻസ് ഓഫ് സച്ച് ആക്സിഡൻറ്റ്സ്. അതായത് വൈദ്യുത ഉപകരണങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ എന്താ അപകടങ്ങൾ ഉണ്ടാവാം.
അത്തരം അപകടങ്ങൾ ഉണ്ടാവാനുള്ള 4 സാഹചര്യം ആണ് ചോദിക്കുന്നത്, 4 റീസൺസ് അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും. സോ സിമ്പിളായിട്ട് നമ്മൾ 4 ഇവിടെ എഴുതിയാൽ എന്തൊക്കെയാണ്? ഓവർലോഡിങ്. നമ്മൾ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 220 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്താൽ എന്താണ്? കൂടുതൽ പവർ ഔട്ട്പുട്ട് വേണം അല്ലേ, അതായത് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യണം. സോ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്താൽ എന്താവും? ഓവർലോഡ് ആവും, അതിലൂടെ കറണ്ട് ഫ്ലോ കൂടും, ഹീറ്റ് ആവും, എന്താവും? എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആവും, അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിംഗ് ഒക്കെ ഡാമേജ് ആവാം. അപ്പോൾ ഓവർലോഡിങ് എന്താണ്? ഒരു ഇഷ്യൂ ആണ്. വേറൊരു ഇഷ്യൂ എന്താണ്? ഇംപ്രോപ്പർ യൂസ് ഇൻ വെറ്റ് കണ്ടീഷൻസ്. നമുക്കറിയാം നമ്മളുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, നമ്മളുടെ കിണറ്റിലുള്ള വെള്ളം അല്ലെങ്കിൽ എന്താണ് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറൊക്കെ എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. നമ്മൾ പ്യുവർ വാട്ടർ എടുത്താൽ അത് കണ്ടക്റ്റിംഗ് അല്ല നമുക്കറിയാം. പക്ഷേ നമ്മുടെ നോർമൽ വാട്ടർ, നമ്മളിപ്പം നമ്മളെ തോടിലുള്ള വെള്ളം അല്ലെങ്കിൽ നമ്മളെ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം എന്താണ്? ഒരുപാട് മിനറൽസോ അല്ലെങ്കിൽ ഒരുപാട് കണ്ടൻസ് ഉള്ള ഒരാളാണ്, അതെന്താണ്? ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ആളാണ്. സോ നമ്മൾ വെള്ളം നനഞ്ഞ കണ്ടീഷനിൽ നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് വെള്ളം വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മൾ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കാം? നമുക്ക് ഇലക്ട്രിക് ഷോക്കോ അതുപോലെ അപകടങ്ങളോ സംഭവിക്കും. സോ എന്ത് ചെയ്യരുത്? വെറ്റ് കണ്ടീഷൻസ്, നനവുള്ള കണ്ടീഷൻസിൽ എന്ത് ചെയ്യരുത്? അല്ലെങ്കിൽ നമ്മുടെ കൈ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ സ്വിച്ച് ബോർഡൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഇംപ്രോപ്പർ ഗ്രൗണ്ടിങ് എക്യുപ്മെൻറ്റ്, അതായത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എർത്ത് ചെയ്യുന്നത് ഇംപ്രോപ്പർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള എന്താണ് ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റും സംഭവിക്കാം. അതുപോലെ തന്നെ യൂസിങ് എക്യുപ്മെൻറ്റ് നിയർ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. അതുപോലെ നമ്മൾ വെള്ളം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് വയറിങ്ങിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വിച്ച് ബോർഡ്സിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിൻ്റെ അടുത്തൊന്നും നമ്മൾ കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരാളാണ് ആര്? നമ്മളുടെ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ എന്താണ് തീ പിടിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന വസ്തുക്കൾ. സോ ഇതുപോലുള്ള 4 പോയിന്റ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് നമുക്ക് ആ ക്വസ്റ്റിന് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്. സോ ഒരാൾക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പറ്റിയെന്ന് വിചാരിക്കാം. സോ അയാൾക്ക് കൊടുക്കേണ്ട ഒരു 2 പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ എന്താണ് 2 ഫസ്റ്റ് എയ്ഡ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ഇലക്ട്രിക് ഷോക്ക്? അല്ലെങ്കിൽ ഷോക്ക് ഏറ്റ ഒരാൾക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സോ അയാൾ ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിൽ തൊട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വയറിങ്ങിൽ ടച്ച് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രിക് ഷോക്ക് ആയിട്ടുണ്ടാവുക. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോൺടാക്ട്. അയാൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രിക് കോൺടാക്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഒരു വയറിൽ തൊട്ടിട്ട് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം, നമ്മൾ ഡയറക്റ്റ് നമ്മൾ കൈകൊണ്ട് പോയി തുടരുതല്ലേ, നമുക്കും ഷോക്ക് അടിക്കും. സോ നമ്മൾ കണ്ടക്റ്റിംഗ് അല്ലാത്ത എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ച്, എന്തെങ്കിലും വടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മൂവ് ചെയ്യിപ്പിക്കുക. ആൻഡ് പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡിസ്കണക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യു ക്യാൻ സ്വിച്ച് ഓഫ്, നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂസ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഡ്രൈ വുഡൻ സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ വയറിനെ റിമൂവ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താണ് ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇയാൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളതാണ്. സോ ഇൻ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ പെർഫോം ചെസ്റ്റ് കംപ്രഷൻസ്, പ്ലേസ് 1 ഹാൻഡ് ഓൺ ദ ടോപ്പ് ആൻഡ് അതർ ആൻഡ് അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ ഓൺ ദ വിക്ടിംസ് ചെസ്റ്റ്. സോ നമ്മളെന്താണ് ഇൻ കേസ് എന്താണ് ഒരു ബ്രീത്തിങ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഫെയിലറോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ CPR കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് ബ്രീത്തിങ് സ്റ്റോപ്സ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അല്ലെങ്കിൽ എന്താണ് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകുക. അതുപോലെ തന്നെ കീപ് ദ ബോഡി വാം ബൈ മസാജിങ്. സോ നമ്മൾ ശരീരം തിരുമ്മി എന്താണ് ചൂടായിട്ട് നിലനിർത്താം. പിന്നെ എന്താ അടുത്ത പോയിന്റ്? ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഈസ് സിവിയർ. സോ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എമർജൻസി കോൺടാക്ട്സ് കോൾ ചെയ്ത് എന്താണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കണം. സോ ഇതിൽ ഏതെങ്കിലും 2-3 പോയിന്റ്സ് നമുക്ക് ജനറലി അറിയാമല്ലോ, ഒരു ഇലക്ട്രിക് ഷോക്ക് പറ്റിയാൽ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ്സ് ആയിട്ട് കൊടുക്കേണ്ടതെന്നുള്ള 2 പോയിന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ ഏത് 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെയിം ദ ഡിവൈസ് യൂസ് ടു മേക്ക് എ സർക്യൂട്ട് ഫംഗ്ഷൻ ഓൺലി വെൻ നീഡഡ്. സോ ഒരു സർക്യൂട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കൊരു സർക്യൂട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഏത് ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുക? സോ നമുക്ക് സിമ്പിളായിട്ടൊരു ചോദ്യമാണ് അല്ലേ. അപ്പം ഞാനിവിടെ ഒരു സർക്യൂട്ട് എടുത്തു, ഒരു ബൾബുണ്ട്, ദെൻ ഞാനിവിടെ ഒരു സെല്ല് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഞാനിവിടെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ സർക്യൂട്ട് എനിക്ക് ഏതൊരു മൊമെൻറ്റിലും പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യിക്കണം, അല്ലെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് സ്വിച്ച് യൂസ് ചെയ്യുക അല്ലേ. സോ നമ്മൾ ഡിവൈസ് ഏതാണ്? ഡിവൈസ് സ്വിച്ച്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താണ്
ആൻസർ ചെയ്യുക സ്വിച്ച് അല്ലെങ്കിൽ സ്വിച്ച് എന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിനെ ഏതൊരു മൊമെൻറ്റിൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്വിച്ചിൻ്റെ സിമ്പിളും അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്വിച്ച് ഓൺ പൊസിഷൻ ആണെങ്കിൽ സ്വിച്ച് ഇങ്ങനെ ആയിരിക്കും, അതുപോലെ സ്വിച്ച് ക്ലോസ്ഡ് പൊസിഷൻ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. യെസ് സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇത്, ഓഫ് പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ഈ താഴെ തന്നിട്ടുള്ളത്. സോ നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. യെസ്, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സംടൈംസ് ദർ ഇസ് പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ. വൈ? അതായത് നമ്മുടെ വേനൽക്കാലത്ത് ചില സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കറണ്ട് പോകും അല്ലേ. സോ എന്തുകൊണ്ടാണ് ഈ വേനൽക്കാലം ആകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? സോ നമുക്കറിയാം വേനൽക്കാലത്ത് സംഭവിക്കുന്നത് നമ്മുടെ മഴ കുറയുന്നതാണ്. സോ ഈ മഴയും നമ്മളുടെ കറണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ഉണ്ടല്ലേ. അതായത് നമ്മളുടെ മഴയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മളെ ഡാമിലേക്ക് എത്തി ആ വാട്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഡാംസിലൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൗ ഡു വി ജനറേറ്റ് ഇൻ എ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സോ ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് work using the energy obtained when water stored in reservoirs or dams fall from a height. In dams, water which is stored in reservations is carried through the pipes and made to fall forcefully on the turbines. So എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ഒരു ഡാമിൽ നമുക്ക് വളരെ ഹൈറ്റിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെറിയ പൈപ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ജനറേറ്റർ ഉണ്ട്, ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്, ഞാൻ വലുതാക്കിയിട്ട് വരയ്ക്കുകയാണ്. സോ ഈ ജനറേറ്ററിൽ എന്തുണ്ട്, നമുക്ക് ടർബൈൻസ് കാണാൻ പറ്റും അല്ലേ. യെസ്, നമുക്ക് ടർബൈൻസ് ഉണ്ട്. സോ നമ്മൾ വളരെ ഫോഴ്സിൽ ഈ ടർബൈനിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ വന്ന് ഫാൾ ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുക, ഈ ടർബൈൻ കടന്ന് കറങ്ങും. സോ നമ്മൾ ഈ ജനറേറ്റേഴ്സിലെ ഈ ടർബൈൻസ് കറങ്ങുമ്പോൾ എന്താണ് അപ്പുറത്ത് ജനറേറ്റ് ചെയ്യുക, നമ്മുടെ ഇലക്ട്രിസിറ്റിയാണ് ജനറേറ്റ് ചെയ്യുക. സോ നമ്മൾ ഡാമിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വേണ്ട അത്ര അളവിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സമ്മറിൽ എന്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്നത്, പവർ ഷോർട്ടേജ് ഉണ്ടാകുന്നത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ജനറേറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ എനർജി ഒബ്റ്റെയിൻഡ് വെൻ വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവോയേഴ്സ്, അതായത് അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ടർബൈൻ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ടർബൈനിലേക്ക് വീഴ്ത്താണ് ചെയ്യുന്നത്. ടർബൈൻ തിരിയുന്നു, ജനറേറ്റർ പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു, വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മൾ ഓണം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.